ഇസ്ലാമിൽ പല വിഷയങ്ങളിലും ഒരുപാട് അതിർവരമ്പുകളുണ്ട്, അതിർത്തികളുണ്ട്. കടന്നു പോകാൻ കഴിയാത്ത, നമുക്ക് മുറിച്ച് കടക്കാൻ കഴിയാത്ത ചില വേലിക്കെട്ടുകളൊക്കെ ഉണ്ട് എന്നറിയുമ്പോൾ പലർക്കും അതിൽ എന്തിനാണ് ഇങ്ങനെ എന്നൊരു സംശയം ഉണ്ടാകാം. യഥാർത്ഥത്തിൽ എന്തിനാണ് ഇങ്ങനെ? ഇപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗത്തെ അതിൻ്റേതായ രൂപത്തിൽ പിന്തുടരാൻ ഒക്കെ ഇത് ചെയ്യണം, ഇങ്ങനെ ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിന് ഭൗതികമായ ഒരു രൂപത്തിൽ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ കഴിയുക? ഈ അതിർവരമ്പുകളുടെ ഒരു പ്രസക്തിയെ മനസ്സിലാക്കാൻ കഴിയുക? അതായത് ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസിപ്ലിനാണ്. അപ്പോൾ ഡിസിപ്ലിനെ വളരെ പ്രാധാന്യത്തോടു കൂടി ഇസ്ലാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബിഹേവിയറൽ ഡിസിപ്ലിൻ ഇസ്ലാം വളരെ പ്രധാനപ്പെട്ടായിട്ട്, ഇപ്പോൾ മാതാപിതാക്കളോട് പെരുമാറുകയാണെങ്കിൽ ഇന്നതേ പറയാൻ പാടുള്ളൂ, ഇന്നത് പറയാൻ പാടില്ല. അധ്യാപകരോടാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, അതിനപ്പുറം പറയാൻ പാടില്ല. ഇനി ഇളയവരോടാണെങ്കിൽ ഇങ്ങനെ ബിഹേവിയറലായിട്ടുള്ള കുറേ ഡിസിപ്ലിനുകൾ പറയുന്നുണ്ട്. അതുപോലെ ക്യാരക്ടർ ഡിസിപ്ലിനുകൾ പറയുന്നുണ്ട്. ഇന്ന ക്വാളിറ്റികൾ നമുക്ക് വേണം, സ്നേഹം വേണം, കനിവ് വേണം, സഹാനുഭൂതി വേണം, വിനയം വേണം. അതിനപ്പുറം കടക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുപോലെ ഇനി ഫിസിക്കൽ ഡിസിപ്ലിൻ ആണെങ്കിൽ കുറേ ശീലങ്ങളോ അനുഷ്ഠാനങ്ങളൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലൊക്കെ നമ്മൾ ചെയ്യണം. ഫിസിക്കലി നമ്മൾ റെഡി ആവണം. ഇമോഷണൽ ഡിസിപ്ലിനുകൾ, ഉദാഹരണത്തിന് നമുക്ക് സങ്കടം വരികയാണെങ്കിൽ അത് അമിതമായി പ്രകടിപ്പിക്കാൻ പാടില്ല. അതിങ്ങനെ ആഘോഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആക്രോശിക്കുന്ന നിലക്ക് എത്താൻ പാടില്ല. അതുപോലെ അതിനൊരു പരിധി, ഇത്ര ദിവസം ആചരിക്കാനേ പാടുള്ളൂ. ഇങ്ങനെ ഡിസിപ്ലിൻ. ഇനി സെക്ഷൽ ഡിസിപ്ലിൻ വരികയാണെങ്കിൽ അവിടെയും വിവാഹേതരമായ കാര്യങ്ങൾ പാടില്ല, അവിഹിത ബന്ധങ്ങൾ പാടില്ല. അതുപോലെ തന്നെ ഓരോ പരിധികൾ അവിടെ നിശ്ചയിക്കാം. സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ തന്നെ കാശുണ്ടാക്കുന്ന ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റില്ല, ഇഷ്ടം പോലെ ചിലവഴിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന സങ്കല്പം ഇസ്ലാം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പലരും അവരുടെ ജീവിതത്തിൻ്റെ ആസ്വാദനവും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സ്വാസ്ഥ്യവും നശിപ്പിക്കുന്നതാണെന്നാണ് തെറ്റിദ്ധരിക്കുക. പക്ഷേ ഡിസിപ്ലിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് റെസ്ട്രിക്ഷൻ നമ്മൾ ഉണ്ടാക്കുകയാണ്, ഒരു പരിധി നമ്മൾ നിശ്ചയിക്കുകയാണ്. നമ്മൾ ഡിസയർ ചെയ്യുന്ന കാര്യത്തിന്, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. എന്തിന്? നമ്മൾക്ക് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്. അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ. അപ്പം കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യം ഉള്ളതുണ്ട്, പക്ഷെ ആ ആവശ്യമുള്ളതിനനുസരിച്ചല്ല നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ ആഗ്രഹവും ആവശ്യവും തമ്മിൽ കോൺട്രഡിക്ഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാം ഡിസിപ്ലിനെ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി കാണാൻ കാരണം. അപ്പോൾ ഉദാഹരണത്തിന് ഒരു വിശ്വാസി ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഒരു അവിശ്വാസിക്ക് എത്ര സുഖമാണ് എന്ന് ചിന്തിച്ചേക്കാം. അവനെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നു, ജീവിതത്തിൽ എന്ത് തോന്നിയാലും അത് തിന്നാൻ പറ്റുന്നു, എന്ത് തോന്നിയാലും അത് പിടിക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഒരു ചിന്ത ഒരു വിശ്വാസിക്ക് പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു കുത്തഴിഞ്ഞ സ്വാതന്ത്ര്യം, നമ്മൾ പരിധിയുമില്ലാത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത അവസ്ഥ, അതുകൊണ്ട് ആസ്വാദനമല്ല ജീവിതത്തിൽ കിട്ടുന്നതെന്നാണ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. നേരെ മറിച്ച് അതുമൂലം നമ്മളുടെ ആസ്വാദനങ്ങൾ നശിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്താണ് ഡിസിപ്ലിനിലൂടെ നമുക്ക് കിട്ടാനുള്ളത്? ഇത്തരം നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ച് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ള, മാനേജ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ്, അതിലൂടെ എന്താ കിട്ടാനുള്ളത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഈ കാലഘട്ടത്തിൽ തെളിയിക്കപ്പെട്ട പഠനങ്ങളിലൂടെ നമുക്ക് കടന്നുപോയാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ ഉദാഹരണമാണ് മാർഷ്മെല്ലോ എക്സ്പെരിമെൻറ്റ്. ഇൻ ദ 1960s, a Stanford professor named Walter Mischel began conducting a series of important psychological studies. 1960കളിൽ ഒരു സ്റ്റാൻഫോർഡ് പ്രൊഫസർ നടത്തിയ പഠനങ്ങളാണ്. അതെന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. കുട്ടികളെ കൊണ്ടുവന്നിരുത്തുന്നു, ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് അവർക്ക് അവരുടെ ഫ്രണ്ടിൽ ഒരു ചോയ്സ് കൊടുക്കാം. ആ ചോയ്സ് എന്താണെന്ന് വെച്ചാൽ 1 treat right now or 2 treats later. മാർഷ്മെല്ലോ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, നമുക്ക് തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തിന്നാനോ ഞെക്കാനൊക്കെ തോന്നും. അതെ. അപ്പോൾ ആ സാധനം പ്ലേറ്റിൽ കൊണ്ടുവന്നിടുകയാണ്. എന്നിട്ട് ആ കുട്ടീനോട് പറയുന്നു, 5, 4, 6 വയസ്സുള്ള കുട്ടികളാണ്, അവരോട് പറയുന്നു, ഞാനിപ്പോൾ വരാം, 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ വരാം, ഞാനിപ്പോൾ വരാം, ഈ മാർഷ്മെല്ലോ കഴിക്കരുത്, ഈ മാർഷ്മെല്ലോ ഇപ്പോൾ കഴിച്ചാൽ ഇനി ഒരെണ്ണം കൂടി കിട്ടൂല, അപ്പോൾ ഇപ്പോൾ 1 കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കാത്തിരുന്നിട്ട് 2 കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാം 2 കിട്ടലാണ് ബെറ്റർ എന്നുള്ളത്. പക്ഷേ
നമുക്ക് ആ പിന്നെ പീരീഡ് നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല. പ്രയാസം. വെയിറ്റിംഗ് പീരീഡ് നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഇതാണ് ഈ ഈ പ്ലഷർ, ഹീഡോണിസവുമായി നമുക്ക് പറയാവുന്ന ഈ പ്ലഷർ ഉണ്ടല്ലോ, എല്ലാം ആസ്വദിക്കണം, ജീവിതം കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഈ ഫ്രീഡം, അമിതമായ ഫ്രീഡത്തിൽ അധിഷ്ഠിതമായ ഡിസിപ്ലിൻ ഇല്ലാത്ത പ്ലഷറിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിത്രീകരിക്കാം. അതായത് പെട്ടെന്ന് പ്ലഷർ കിട്ടുക. അപ്പോൾ ഈ കുട്ടികളുടെ പരീക്ഷണം എന്താണ് നടന്നത് എന്ന് നമുക്കൊന്ന് കാണാം. There you go. Okay, so I have this marshmallow, and you can eat it now, or if you wait a little bit, I'll bring back 2 for you, okay? How you doing, Sam? Good. Good. Amazing. Okay, well, I'm gonna go and I haven't found marshmallows yet, so I'm gonna look for some more, but you stay here, and if you haven't eaten that one, I'll bring you back another one, okay? I'll be right back. I'm waiting. Well, you're eating, not waiting. Where to get that? Wait. But still ate some of it, so still not gonna kill. That's staying in your chair. Here it comes. There. Oh, what happened? She ate her. Oh, okay. Hi, Hunter, you waited. You get 2. Good job. You can eat it. You can eat them now. ഇതാണ് പരീക്ഷണം. ഇതൊരു തമാശ പോലെ നമുക്ക് ചിലപ്പോൾ തോന്നും, പക്ഷെ അതിലൂടെ തുടർന്നുള്ള പഠനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ പിന്നെ പല പുസ്തകങ്ങളിലും ഈ പഠനങ്ങളുടെ റിസൾട്ട് അവലോകനം ചെയ്തുകൊണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്, അവലോകനങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ ഇവിടെ വായിക്കാം. ദ പവർ ഓഫ് ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മൾ വൈകി കിട്ടുന്ന പിന്നെ ഗ്രാറ്റിഫിക്കേഷനെ കാത്തിരിക്കുന്നതിന് എന്താണ് നമ്മൾക്ക് അതിലൂടെ പവർ കിട്ടുന്നത് എന്നുള്ളതാണ്. As the years rolled on and the children grew up, the researchers conducted follow-up studies and tracked each child's progress in number of areas. ഈ കുട്ടികൾ പിന്നെ വളരുന്നതിനനുസരിച്ച് ഈ പഠിക്കുന്ന റിസർച്ച് ചെയ്യുന്ന പിന്നെ സൈക്കോളജിസ്റ്റുകൾ ഇവരെ പിന്തുടർന്നു. അപ്പോൾ ഈ കുട്ടികൾ വളരുന്നതിനനുസരിച്ച് വളരെ അത്ഭുതകരമായ റിസൾട്ടാണ് അവർക്ക് കിട്ടുന്നത്. അതായത് ദ ചിൽഡ്രൻ ഹു വെർ വില്ലിംഗ് ടു ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് വെയിറ്റഡ് ടു റിസീവ് ദ സെക്കൻഡ് മാർഷ്മെല്ലോ എൻഡഡ് അപ്പ് വിത്ത് ഹയർ SAT സ്കോർസ്. അതായത് ഒരെണ്ണം കാത്തിരുന്നിട്ട് രണ്ടാമത്തേത് കിട്ടുന്നവരെ കാത്തിരുന്ന കുട്ടികൾ അവർക്ക് പിന്നീട് ഭാവിയിൽ SAT സ്കോഴ്സുകൾ കൂടുതൽ, അതുപോലെ തന്നെ ലോവർ ലെവൽ ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ്, ഡ്രഗ് അഡിക്റ്റുകളും മറ്റൊക്കെ ആയി മാറുന്നത് വളരെ കുറവാണ്. അതുപോലെ ലോവർ ലൈക്ലിഹുഡ് ഓഫ് ഒബിസിറ്റി, പൊണ്ണത്തടിയും കാര്യങ്ങളൊക്കെ അവർക്ക് കുറവാണ്. പിന്നെ ബെറ്റർ റെസ്പോൺസസ് ടു സ്ട്രെസ് സിറ്റുവേഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ നല്ല രൂപത്തിൽ പ്രതികരിക്കാൻ പറ്റുന്നു. ബെറ്റർ സോഷ്യൽ സ്കിൽസ്, അതുപോലെ ആളുകളുമായിട്ട് നല്ല ബന്ധം, ഇതൊക്കെ അവർക്ക് ഉണ്ടാകുന്നു. അതേസമയം ദ റിസർച്ചേഴ്സ് ഫോളോഡ് ഈച്ച് ചൈൽഡ് ഫോർ മോർ ദാൻ 40 years. 40 വർഷത്തിന് മുകളിൽ ഈ കുട്ടികളെ പിന്നീട് അവർ പിന്തുടർന്നിട്ടുണ്ട്. ആൻഡ് ഓവർ അഗെയിൻ ദ ഗ്രൂപ്പ് ഹു വെയിറ്റഡ് പേഷ്യൻ്റ്ലി ഫോർ സെക്കൻഡ് മാർഷ്മെല്ലോ സക്സീഡ് ഇൻ വാട്ട് എവർ കപ്പാസിറ്റി ദേ വെർ മെഷറിങ്. എന്ത് കപ്പാസിറ്റിയിൽ നമ്മൾ മെഷർ ചെയ്താലും ഈ വെയിറ്റ് ചെയ്ത കുട്ടികൾ വളരെ സക്സസ്ഫുള്ളായിട്ട് മാറുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെയിറ്റിങ്ങിൻ്റെയും
ഇനി വരാനിരിക്കുന്ന ഗ്രാറ്റിഫിക്കേഷനെ കാത്തിരിക്കാനുള്ള കഴിവ്. ആ കഴിവിലൂടെ നമുക്ക് ഇപ്പോൾ കിട്ടുന്നതും ഇനി വരാനിരിക്കുമ്പോൾ കിട്ടുന്നതും രണ്ടും ആസ്വദിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഹദീസിൽ നബി പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്ഥിതി ഈ ദുനിയാവിലെ പ്ലഷറുകൾ, ഈ ദുനിയാവിലെ സന്തോഷങ്ങളും ആസ്വാദനങ്ങളും എങ്ങനെ കാണണം എന്നുള്ള ഒരു രീതി നബി മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസ് ഇങ്ങനെയാണ്: മൻകാനത്തി ദുനിയാ ഹമ്മഹു, ആരുടെയെങ്കിലും ചിന്ത ഈ ദുനിയാവിലെ പ്ലഷേഴ്സും ഒക്കെ ആണെങ്കിൽ ഫറഖല്ലാഹു അലൈഹി അംറഹു, അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ച ആ പ്ലഷർ അവനിൽ നിന്ന് മുറിയാണ് ചെയ്യുക. വജാല ഫക്രഹു ബൈനായിനഹി, അവൻ്റെ കൺമുമ്പിൽ, രണ്ട് കണ്ണുകൾക്കിടയിൽ ദാരിദ്ര്യം വെക്കും. എന്ന് വെച്ചാൽ കിട്ടിയിട്ടും കിട്ടണില്ല എന്നുള്ള ഒരു ദാരിദ്ര്യബോധം മനസ്സിലുണ്ടാവും. വലം യത്തീമിന ദുനിയ ഇല്ലാമ കുത്തിബലഹു, എന്നിട്ട് ദുനിയാവിൽ കിട്ടുക എന്തെങ്കിലും കൂടുതൽ കിട്ടുമോ? ഇല്ല, വെയിറ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടണ തന്നെ ഇയാൾക്കും കിട്ടുള്ളൂ, കൂടുതലൊന്നും കിട്ടാനുമില്ല. പമൻകാനത്തിൽ ആഖിറ നീയത്തോ, ഇനി ഒരു വിശ്വാസിയുടെ നീയത്ത് പ്രതീക്ഷ പരലോകമാണ് എന്ന് വിചാരിക്കുക. ജമാ അള്ളാഹുലഹു അംറഹു, ദുനിയാവിലെ അള്ളാഹു എന്ത് ചെയ്യും? അവൻ്റെ കാര്യങ്ങൾ മറ്റാൾക്ക് കിട്ടിയ പോലെ തന്നെ ഒരുമിച്ച് കൂട്ടും, എല്ലാ ആസ്വാദനങ്ങളും അവനും കിട്ടും. വജാല ഗിനാഹു ഫി ഖൽബി, പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട്. അവൻ്റെ പ്ലഷറിനൊരു വ്യത്യാസമുണ്ട്, അവൻ്റെ ദുനിയാവിനൊരു വ്യത്യാസമുണ്ട്. അവൻ്റെ മനസ്സിൽ ധന്യത ഉണ്ടാവും, എപ്പോഴും എനിക്ക് ഉണ്ട് എന്നുള്ളൊരു സംതൃപ്തി അവനുണ്ടാവും. വഅത്തത്തി ദുനിയ വഹിയ റാഗിമ, അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നിന്ദ്യമായ നിലയിൽ, കീഴ്പ്പെട്ട നിലയിൽ ദുനിയാവ് അവൻ്റെ അടുത്തേക്ക് വരും. വളരെ എന്താ പറയുക, അർത്ഥവത്തായ ഈ പഠനങ്ങളൊക്കെ തെളിയിക്കുന്ന ആ ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിശ്വാസിയുടെ മനസ്ഥിതി ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് നബി പഠിപ്പിക്കുകയാണ്. അതായത് ഈ പ്ലഷറിൽ ഫോക്കസ് ചെയ്യാതെ, മെറ്റീരിയൽ പ്ലഷറിൽ ഫോക്കസ് ചെയ്യാതെ പരലോകത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് സൈഡായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പിന്നെ പ്ലഷറുകൾക്കൊക്കെ ആസ്വാദനം ഉണ്ടാവും. അതേസമയം ആസ്വാദനത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ജീവിതം, ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത ജീവിതം, അതുമൂലം നമുക്ക് ജീവിതത്തിൽ നമ്മൾ സക്സീഡ് ആവില്ല എന്ന് മാത്രമല്ല, നമുക്ക് എന്തൊക്കെ കിട്ടുന്നോ അതിലൊന്നും സാറ്റിസ്ഫാക്ഷനോ പ്ലഷറോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ ആ പവർ ഓഫ് ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ്റെ വളരെ വ്യക്തമായ ഒരു പിന്നെ ഇതാണ് പ്രഖ്യാപനമാണ് നബിയ നടത്തിയത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അന്ന ലംകിയുടെ തന്നെ ഡോപ്പമിൻ നാഷൻ, അതിലവർ പറയുന്ന ഇതേ വാചകം തന്നെ ഒരു സയൻറ്റിഫിക് ലിറ്ററേച്ചറിൽ പരിഭാഷ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ശരിക്കും തോന്നിയത്. അതായത് അവർ പറയുന്നത്, സയൻസ് ടീച്ചസ് അസ് ദാറ്റ് എവറി പ്ലഷർ എക്സാക്ട്സ് എ പ്രൈസ്. The pain that follows in longer lasting and more intense than the pleasure that give rise to it. നമ്മൾക്ക് ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ ആസ്വാദനങ്ങൾക്കും പ്ലഷറുകൾക്കും സുഖങ്ങൾക്കും ഒരു പ്രൈസ് ഉണ്ട്. അതൊരിക്കലും വെറുതെ പോകുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ ആസ്വദിച്ചത് പോകുന്നില്ല. നേരെ മറിച്ച് അതിൻ്റെ ഒപ്പം പല കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയും പ്ലഷർ വേണം എന്നുള്ള ഒരു ആഗ്രഹം അതിലൂടെ ജനിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പെയിന് സഫർ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ അതിലൂടെ ഉണ്ടാവുന്നു. വിത്ത് പ്രോലോങ്ഡ് ആൻഡ് റിപ്പീറ്റഡ് എക്സ്പോഷർ ടു പ്ലഷറബിൾ സ്റ്റിമുലൈ, നമ്മൾക്ക് സുഖം കിട്ടുന്ന കാര്യങ്ങളോട് ഒരുപാട് കാലം അല്ലെങ്കിൽ ആവർത്തിച്ച് നമ്മൾ അതിനെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ കപ്പാസിറ്റി ടു ടോളറേറ്റ് പെയിൻ ഡിക്രീസസ്, നമുക്ക് വേദന അല്ലെങ്കിൽ ദുഃഖം ഒക്കെ സഹിക്കാനുള്ള കഴിവ് കുറയും. എന്ന് മാത്രമല്ല, അവർ ത്രെഷോൾഡ് ഫോർ എക്സ്പീരിയൻസിങ് പ്ലഷർ ഇൻക്രീസസ്, നമുക്ക് സുഖം ആസ്വദിക്കാനുള്ള പിന്നെ ത്രെഷോൾഡ്, അതായത് നമ്മളുടെ അതിര് അത് വിശാലമാണ്. അതായത് ഇന്ന് നമ്മൾ ഒരു സാധനം പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിമുലൈ സമീപിച്ചു, അത് നമ്മൾ കഴിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളതിന് ഭോഗിച്ചു. അതിലൂടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നാളെ എനിക്കിത് പോരാ, ഇതിനേക്കാൾ കുറച്ച് അപ്പുറം വേണം. ഇപ്പോൾ മയക്കുമരുന്ന്, മദ്യം, ഇതൊക്കെ അഡിക്റ്റ് ആവുന്ന അവർക്ക് ആദ്യം കുറച്ച് മതിയാവും, പക്ഷെ പിന്നെ കുറച്ചും കൂടി കൂടുതൽ വേണ്ടി, കുറച്ച് കൂടുതൽ. അപ്പോൾ എന്നാൽ നമുക്ക് ഈ അഡിക്ഷനെ പറ്റിയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ഒരു ന്യൂറോ സയൻറ്റിസ്റ്റും സൈക്കോളജിസ്റ്റുമാണ്. അപ്പോൾ അവർക്ക് കൃത്യമായി അവർ ഇതിൽ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള സ്റ്റിമുലയെ പിന്തുടരുന്ന ഒരാളുടെ മനസ്ഥിതി കൃത്യമായി അവർ പഠിച്ച് അവർക്ക് മനസ്സിലാവണം എന്താ വെച്ചാൽ, ഇന്ന് എനിക്ക് കിട്ടിയത് പോരാ, കുറച്ചും കൂടിയും ഡോസ് കൂടണം, നാളെ അതിനായാലും കൂടണം, മറ്റന്നാൾ അതിനായാലും കൂടണം, അതൊരിക്കലും അവസാനിക്കില്ല. അപ്പം നബി പറഞ്ഞല്ലോ, ഫക്കർ, ദാരിദ്ര്യം അവൻ്റെ കണ്ണിനിടയിൽ വെക്കും,
പ്ലഷറിനെ പിന്തുടർന്നു കഴിഞ്ഞാൽ അവനെപ്പോഴും അസംതൃപ്തിയായിരിക്കും. പോരാ ഇനിയും വേണം എന്നുള്ള. എന്നിട്ട് അവർ പറയാണ് ദ പാരഡോക്സ് ഈസ് ദാറ്റ് ഹീഡണിസം, അതായത് ഹീഡണിസത്തിന് ഒരു വിരോധാഭാസമുണ്ട്. ആ ഹീഡണിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പെർസ്യൂട്ട് ഓഫ് പ്ലഷർ ഫോർ ഇറ്റ്സ് ഓൺ സൈക്ക്, പ്ലഷർ ഫോർ പ്ലഷർ സൈക്ക്, സുഖത്തിന് വേണ്ടി സുഖം ആസ്വദിക്കുക, ഒരു മീനിങ്ങും ഇല്ല, ആസ്വദിക്കുക, ജീവിതം ചെറുതല്ലേ, ജീവിതം കുറച്ചല്ലേ, അപ്പോൾ എല്ലാം ആസ്വദിക്കണം, എല്ലാ ഫ്രീഡം വേണം എന്ന ഒരു അർത്ഥത്തിൽ ആസ്വാദനത്തിന് വേണ്ടി മാത്രം ആസ്വാദന സുഖം നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ലീഡ്സ് ടു എൻഹിഡോണിയ. എൻഹെഡോണിയ എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഭാസത്തിലേക്കാണ് അതെത്തുക. എൻഹെഡോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് ദ ഇന്നബിലിറ്റി ടു എൻജോയ് പ്ലഷർ ഓഫ് എനി കൈൻഡ്. ഒരു തരത്തിലുള്ള ആസ്വാദനം കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്താം. അത് സെക്സിൻ്റെ കാര്യത്തിലായാലും ശരി. ഒരാൾ പിന്നെ സെക്ഷൽ പ്ലഷർ വളരെയധികം പ്രാധാന്യം നൽകി അതിനെ പിന്തുടർന്ന് അത് അവൻ്റെ ഹമ്മായി കഴിഞ്ഞാൽ, നബിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് അവൻ്റെ എപ്പോഴത്തേക്കും ചിന്തയായി കഴിഞ്ഞാൽ, കൺസേൺ ആയി കഴിഞ്ഞാൽ, അതെ, എപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുക, അതിന് വേണ്ടിയിട്ട് പിന്നെ ശ്രമിക്കുക. ഇതാണ് ദുനിയാവിനെ പിന്തുടരുന്ന ഒരാളുടെ പ്രശ്നം. അപ്പോൾ അത് ഹമ്മായി കഴിഞ്ഞാൽ പിന്നെ അവനുണ്ടാവുന്ന പ്ലഷറല്ല, നേരെ മറിച്ച് എൻഹെഡോണിയാണ്. അവന് ആ പ്ലഷർ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ. മോളിക്യൂൾ ഓഫ് മോർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നെ ലെസ്ബൻ എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ സൈക്കോളജിസ്റ്റിൻ്റെ പഠനമുണ്ട്. അപ്പോൾ അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ അവരുടെ പഠനത്തിൽ മോളിക്യൂൾ ഓഫ് മോറിൽ മൂപ്പർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സെക്സുമായി പിന്തുടർന്ന് പോയിട്ട് ആ പ്ലഷറിൽ പിന്തുടർന്ന് പോയ ആളുകൾക്ക് സംഭവിക്കുന്ന വിരോധാഭാസം അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം 10-20 ആളുകളൊക്കെ ആയിട്ട് അതുമായി ബന്ധപ്പെട്ട് ഹീഡോണിസ രൂപത്തിൽ, അതായത് പ്ലഷർ ഫോർ പ്ലഷർ സൈക്ക് എന്നുള്ള രൂപത്തിൽ ആ ഒരു മനസ്ഥിതിയോട്, മീനിങ് ഇല്ലാത്ത സെക്സ്, അതിലൂടെ ചില ആളുകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഈ പെർസ്യൂ ചെയ്യുന്ന സ്ത്രീകളുണ്ടല്ലോ, ഒരു ബാറിലേക്ക് പോകുന്നവർ, ബാറിലേക്ക് പോയിട്ട് അപ്പം അവർക്ക് ആസ്വാദനം ഉണ്ടാവും ആ പിന്തുടർച്ചയിൽ. പെണ്ണിനോട് ചോദിക്കുന്നു, ഒരു പെൺകുട്ടീനോട് ചോദിക്കുന്നു എൻ്റെ ഒപ്പം വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവർ വശീകരിച്ചെടുക്കുന്നു. അവിടെ വരെ അവർക്ക് ആസ്വാദനം കിട്ടുള്ളൂ. ആ പെണ്ണ് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ പ്ലഷർ തീരുന്നു. അങ്ങനത്തെ അവസ്ഥയിലേക്ക് ഇവരെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹീഡോണിസം, നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആസ്വാദനമല്ല, നമ്മളെ ലക്ഷ്യം പരലോകമാണ് എന്ന ഒരു മെയിൻ ഫോക്കസിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സർവ്വകാര്യങ്ങൾക്കൊരു മീനിങ് ഉണ്ടാവാണ്. ഇപ്പം നബി തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫഫിബുദ് യാഹദിക്കും സ്വതക്ക, നിങ്ങളുടെ വൈകാരികമായിട്ട് നിങ്ങൾ ഭാര്യനെ സമീപിക്കുന്നതിലും ഒരു പുണ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹറാമായ ഇതിലേക്ക് പോകാമായിരുന്നു, പക്ഷേ നിഷിദ്ധമായ ബന്ധത്തിൽ ചേരാതെ അവിഹിതങ്ങളിലേക്ക് പോകാതെ നിങ്ങൾ വിഹിതമായ രൂപത്തിൽ ലൈംഗികതയെ സമീപിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാനുള്ള മാർഗ്ഗമാണ്. അപ്പോൾ നമ്മളുടെ സെക്സിന് പോലും ഒരു മീനിങ് ഉണ്ട്. കല്യാണം മീനിങ് ഉണ്ട്, ഒരു സോഷ്യൽ ബോണ്ടിങ്ങും ഒരു സോഷ്യൽ കൾച്ചറൽ ബോണ്ടിങ്ങും കൾച്ചറൽ സിസ്റ്റമാണത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നു. അതേസമയം ഇതൊന്നുമില്ലാത്ത കേവലം ഫ്രീ സെക്സിൻ്റെ പിന്നെ സ്വതന്ത്ര രീതിയുടെ ആൾക്കാർക്ക് ഒരു ആസ്വാദനം ഇല്ല എന്നുള്ളതാണ്. ഈ സെക്സിലൂടെ അവർക്ക് ആസ്വാദനം നഷ്ടപ്പെടാണ് ചെയ്യുക എന്നുള്ളതാണ് പഠനങ്ങൾ ഓരോ. ചിലപ്പോൾ അവർക്ക് തുടക്കത്തിലൊക്കെ ആസ്വാദനം ലഭിച്ചിട്ടുണ്ടാവും, പക്ഷെ പിന്നെ അവർക്ക് തീരെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥ. ഫസ്റ്റത്തെ ആ ഒരു എല്ലാ ഡ്രഗ് അഡിക്റ്റുകൾക്കും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് കഴിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസുകൾ അവർ പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വേറൊരു ലോകത്തേക്ക് എത്തി എന്ന് എനിക്ക് തോന്നി. പിന്നെന്താണെന്ന് വെച്ചാൽ, എത്ര ആക്കിയിട്ടും ഇത് ഓവർ ഡോസൊക്കെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. അതായത് ഡോസ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഡോസ് അടിച്ചു കയറ്റാണ്. കാരണം അത് വന്നെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും ഒരു പ്ലഷർ കിട്ടുള്ളൂ എന്ന അവസ്ഥയിലേക്ക് 2, 3, 4, 5 വട്ടത്തിലേക്ക് എത്തുമ്പോൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷമല്ല തരാം. ഒരു പരിധിയും നിയമങ്ങളും എല്ലാത്തിലും വേണം. നമ്മളുടെ ബിഹേവിയറിൽ, നമ്മുടെ ക്യാരക്ടറിൽ, നമ്മളുടെ പിന്നെ ഇമോഷണൽ സ്റ്റേറ്റുകളിൽ ഒക്കത്തിലും ഇസ്ലാം ഒരു ഡിസിപ്ലിനെ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ അതിനൊക്കെ ആസ്വദിക്കാൻ ഉള്ള സഹായകരാണ്. അത് നബി തന്നെ പറഞ്ഞല്ലോ, എല്ലാം ആസ്വദിക്കാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു ഫിലോസഫിയിൽ നിന്ന് ഒരാൾക്ക് ജീവിതത്തിൽ കിട്ടുന്നത്. അതേസമയം ഇതിനെ ഒക്കെ ധിക്കരിച്ച് ഞങ്ങൾ ഫ്രീഡത്തിൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞു പോകുന്നവർക്ക് യാതൊരു ആസ്വാദനവും ജീവിതത്തിൽ കിട്ടൂല എന്ന് മാത്രമല്ല, അവർക്ക് ദുഃഖം വന്നാൽ പോലും ഈ പറയുന്ന എക്സ്പെക്റ്റേഷനുകളൊക്കെ, ഫ്രീഡത്തിൻ്റെ എക്സ്പെക്റ്റേഷനുകളൊന്നും നടന്നൊന്നും വരില്ലല്ലോ. പിന്നെ പ്രതീക്ഷിക്കുന്ന അത്ര ചിലപ്പം സ്ത്രീകളെ കിട്ടിയെന്ന് വരില്ല,
അല്ലെങ്കിൽ ഡ്രഗ് ഇല്ലീഗലായതുകൊണ്ട് തന്നെ ലഭ്യമായിന്ന് വരില്ല. ചിലപ്പോൾ പണം ഉണ്ടാവില്ല അതിന്. അതെ, പണം ഉണ്ടാവില്ല. അതോടുകൂടി അവർ തകരാണ്, അവർ ജീവിതം അതോടുകൂടി തകരാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഡിസിപ്ലിൻ യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണഗതി പറയില്ലേ, പിന്നെ പട്ടം നൂല് പൊട്ടിയാൽ ഒന്നും കൂടി ഉയരല്ല ചെയ്യുക, നേരെ മറിച്ച് നിലത്തേക്ക് വരികയാണ് ചെയ്യുക. ആ അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതവും മനുഷ്യൻ്റെ പ്ലഷറൊക്കെ ഉള്ളത്. അതുകൊണ്ട് അതിനെ മീനിങ് ഫുള്ളാക്കി ഇസ്ലാം. മീനിങ് ഫുള്ളാക്കിയത് എങ്ങനെയാണ്? ഡിസിപ്ലിനിലൂടെയാണ്. എല്ലാത്തിനും നിയമങ്ങളും വേലിക്കെട്ടുകളും അതിരുകളും വെച്ചിട്ടാണ് അതിനെ ഭംഗിയാക്കിയത്. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇപ്പോൾ ഇസ്ലാം ഭയങ്കര ഡിസിപ്ലിന് പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതം മര്യാദക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നായിരിക്കും ആളുകൾ വിചാരിക്കുക. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ പഠനങ്ങൾ, മനഃശാസ്ത്ര പഠനങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നത്. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണ്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, പിന്നീട് ലഭിക്കുന്ന ആ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് പിന്നീട് കൂടുതലായി ലഭിക്കുന്ന ആ പ്ലഷറാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുക, സാറ്റിസ്ഫാക്ഷൻ നൽകുക എന്ന കണ്ടെത്തലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാമിൻ്റെ പ്രതിഫലം എന്ന കൺസെപ്റ്റ്